മന്ത്രിസ്ഥാനം 5 വർഷം തന്നെ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മാണി സി കാപ്പൻ. ടേം വ്യവസ്ഥ സ്വീകാര്യമല്ല. ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞവർ വാക്ക് പാലിക്കണം. ടീം UDF എന്നല്ലേ പറയുന്നതെന്നും മാണി സി കാപ്പൻ ചോദിച്ചു. പാലയിൽ വീണ്ടും വന്നാൽ UDFിന്റെ ഭാഗമായി നേതാക്കൾക്ക് 5 വർഷം മന്ത്രിസ്ഥാനം നൽകാവുന്ന ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. VD സതീശൻ തന്നെ ഒന്ന് പ്രസംഗിച്ചല്ലേ പാലയിൽ. മാണി സി കാപ്പൻ അങ്ങോട്ട് പോകുന്ന വണ്ടിയിലായിരിക്കില്ല, പൊടിവെച്ച വണ്ടിയിലായിരിക്കും തിരിച്ചു വരുന്നത്. അങ്ങനെ VD സതീശൻ പ്രസംഗിച്ചു. അതുപോലെ രമേശ് ചെന്നിത്തല പുള്ളി കൺവെൻഷൻ വന്നപ്പം അദ്ദേഹം അത് തന്നെ പറഞ്ഞു, ഇത് പാലയ്ക്ക് ഒരു വലിയ സമ്മാനം കിട്ടാനിരിക്കുന്നു. VD സതീശൻ വാക്ക് പാലിക്കണം എന്നാണ് അല്ലേ? രണ്ടാൾ എന്ന് പറഞ്ഞാൽ അനുകൂലമല്ലെങ്കിൽ തീരുമാനം എന്തായിരിക്കും? അത് അറിഞ്ഞിട്ടില്ലേ പറയാനൊക്കെ. അങ്ങനെയാണെന്ന് പറഞ്ഞാലല്ലേ ഇന്നലെ ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞു. തെറ്റല്ലോ, ഞാൻ ഇറങ്ങി പോന്നു. നിങ്ങളെ കാണാൻ ഞാൻ നിന്നില്ല. ഞാൻ ഇങ്ങനെ വിളിച്ചു പോയി. അജൂബ് ജേക്കബ് നിങ്ങളുടെ അടുത്തൊന്ന് മറുപടി പറഞ്ഞു. ഞാൻ പറയാൻ നിന്നില്ല. ഓപ്പണായിട്ടൊരു ട്രോൾ ഉണ്ടാക്കി ഞാനില്ല. ശരി, സുനിൽ ഐസക് വിവരണവുമായി ചേരുന്നു. സുനിൽ, ഈ ജേക്കബ് വിഭാഗം, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം പരമ്പരാഗതമായി UDFിൽ ഒരു മന്ത്രിസ്ഥാനം വെച്ചു പുലർത്തുന്നവരാണ്. അവസാന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അവർക്കൊരു മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നു. അത് ഫുൾ ടേമോ ആയിരുന്നു. പക്ഷേ ജേക്കബ് വിഭാഗവുമായി മാണി സി കാപ്പന് ടേം വ്യവസ്ഥയിൽ 2.5 വർഷം എന്ന് പറയുമ്പോൾ അത്ര പ്രതിസന്ധിയിലാണ് UDF ഈ മന്ത്രിസ്ഥാനം വിതരണം ചെയ്യുന്നതിലെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഹജിമസ്, UDFിലെ 4 ഘടകകക്ഷികളാണ് ഇപ്പോൾ മന്ത്രിസ്ഥാനം വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അതൃപ്തിയിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് ലീഗാണ്. ലീഗിനെ സംബന്ധിച്ച് 5 മന്ത്രിസ്ഥാനം എന്ന ആവശ്യത്തിൽ അവരിങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ പരസ്യമായി അവർ അതൃപ്തി പ്രകടിപ്പിക്കുന്നില്ല. UDF തീരുമാനിക്കട്ടെ എന്നാണ് ഒടുവിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞത്. ഇനി അതിനിടയിൽ നിർണായകമായ മറ്റെന്തെങ്കിലും ഒരു തീരുമാനം കോൺഗ്രസ് ലീഗിനുള്ളിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ എന്ന ചില അഭ്യൂഹങ്ങൾ കൂടി പരക്കുന്നുണ്ട്.